അങ്ങനെ ഏതെങ്കിലും ഗുണ്ടായുധം കാണിക്കാൻ പോലീസുകാർ മെനക്കെട്ടാൽ, ഇവിടെ ഒരു നോർത്തിലൊരു CI ഉണ്ട്, അവന് വല്ലാത്ത ചൊറിച്ചിലാണ്. ഇതിപ്പോ ഒരു സാമ്പിൾ വെടിക്കെട്ടല്ലേ? ഞങ്ങൾക്ക് ഇല്ല, ഒരു ചുക്കുമില്ല, നിന്റെ നെഞ്ചത്ത് കയറി താളമേളം ചവിട്ടും ഞങ്ങള്. അവനെക്കാളും ഭീകരനും ഗുണ്ടയായിട്ട് ഒരു DYSP ഒരുപക്ഷെ ഇവിടെ ഒരു മാങ്കൂട്ടം MLA ഉണ്ടായിരുന്നല്ലോ, അയാളുടെ നേതൃത്വത്തിൽ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ആക്രമണം നടത്തി. അവിടെ ഉണ്ടായിരുന്ന CIന്റെ കോളറിൽ കയറി പിടിച്ച് അദ്ദേഹത്തിന്റെ ഷർട്ടിന്റെ ബട്ടൺ മുഴുവൻ വലിച്ചു കീറി. തോളിലെ നക്ഷത്രം അറ്റുപോയി. ഒരു കേസും എടുത്തില്ല. എന്നാൽ മെലിഞ്ഞാന്ന് SFIയുടെ പ്രവർത്തകർ സമാധാനപരമായി ഒരു മാർച്ച് നടത്തി. ആ മാർച്ചിൽ ബാരിക്കേഡ് മറിച്ചിട്ടതിന് എടുത്ത കേസ് PDP ആക്ടാണ്, PDPP ആക്ടാണ്. നിങ്ങൾ മനസ്സിലാക്കണം, 10 വർഷക്കാലം ഈ കേരളം ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഭരണം മാറിയതിനെ തുടർന്ന് ഏതാനും ദിവസങ്ങളായ VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ പോലീസും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോ ഇവിടെ ഒരു നോർത്തിലൊരു CI ഉണ്ട്, അവന് വല്ലാത്ത ചൊറിച്ചിലാണ്. ആ ചൊറിച്ചിലൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും കമ്മ്യൂണിസ്റ്റുകാരോടും കാണിക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ് താക്കീതായി പറയാനുള്ളത്. അതൊന്നും വേണ്ട. മാന്യതയാണെങ്കിൽ അധിക മാന്യത കാണിക്കുന്നവരാ ഞങ്ങൾ. മാന്യത വിട്ടാൽ നിന്റെ നെഞ്ചത്ത് കയറി താളമേളം ചവിട്ടും ഞങ്ങള്. അതിലൊന്നും യാതൊരു പേടിയും വേണ്ട. അവരൊരിക്കലും പേടിക്കൂല. ഇതൊക്കെ കണ്ടും അനുഭവിച്ചും നിന്നെക്കാളും ശക്തിയും കരുത്തുമുള്ള ഒരുപാട് പോലീസുകാരെ നേരിട്ടുമാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഞങ്ങളെ അടിച്ചൊതുക്കാൻ വേണ്ടി മാത്രം ഇവിടെ ഒരു DYSP ഉണ്ടായിരുന്നു. മുത്തങ്ങ സമരം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ആ കാലഘട്ടത്തിൽ ടൗണിലെ DYSP ആയിരുന്നു. അവനെക്കാളും ഭീകരനും ഗുണ്ടയായിട്ട് ഒരു DYSP ഒരുപക്ഷെ ഈ പാലക്കാട് ജില്ലയിൽ വന്നിട്ടില്ല, ഇനി വരാനും പോകുന്നില്ല. അങ്ങനെ ഏതെങ്കിലും ഗുണ്ടായുധം കാണിക്കാൻ പോലീസുകാർ മെനക്കെട്ടാൽ ആ ഗുണ്ടകളെ ഒതുക്കാനുള്ള കരുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് കേരളത്തിൽ ഭരണം മാറി എന്ന് വിചാരിച്ച് എന്ത് തോന്നിയാസവും ചെയ്യുക എന്നതാണ് കേരളത്തിലെ VD സതീശന്റെയും BJPയുടെ സഹായത്തോടുകൂടി നിങ്ങൾ എന്ത് പേക്കൂത്ത് നടത്തും എന്നതിന്റെ തെളിവാണ് സഖാവ് പിണറായിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. EDയെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് വിലാപിക്കുകയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയും കോൺഗ്രസും ഒക്കെ. ഇതിപ്പോ ഒരു സാമ്പിൾ വെടിക്കെട്ടല്ലേ? ഇതിന്റെ അപ്പുറമുള്ള നല്ല പൂരം കാണാനല്ലേ പോവുള്ളൂ. ഞങ്ങൾക്ക് ഇല്ല, ഒരു ചുക്കുമില്ല.